ഹലോ ദിശയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്കറിയാം നമ്മുടെ SSC RRB എക്സാംസ് ഏത് എക്സാംസ് എടുത്താലും കറണ്ട് അഫയേഴ്സ് എന്ന ടോപ്പിക് ഇമ്പോർട്ടന്റ് ആണ് അല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ 2024 എന്ന് പറയുന്ന വർഷത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഇനി വരുന്ന SSC ആവട്ടെ RRB ആവട്ടെ ഏതൊരു എക്സാമിന് വേണ്ടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠനം കുറച്ചുകൂടി എളുപ്പമാക്കുന്നതിന് 2024 എന്ന് പറയുന്ന വർഷത്തെ കറണ്ട് അഫയേഴ്സ് നമ്മൾ ടോപ്പിക് വൈസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് തന്നെ സ്കിൽസുമായിട്ട് റിലേറ്റ് ചെയ്ത രണ്ട് വീഡിയോസും സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്ത രണ്ട് വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2024 എന്ന് പറയുന്ന വർഷത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവാർഡ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എക്സാമിന് അവാർഡ്സുമായിട്ട് ഒരു പോർഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് കറണ്ട് അഫയേഴ്സിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. വീണ്ടും മറക്കാതെ ഓർത്തുകൊള്ളുക, എപ്പോഴും പറയുന്ന പോലെ തന്നെ ക്ലാസ്സിന്റെ ടൈം എത്രയാണോ ഡ്യൂറേഷൻ, ക്ലാസ്സിന്റെ ടൈം ഡ്യൂറേഷൻ എത്രയാണോ ആ പ്രോപ്പർ ടൈമില് ക്ലാസ് കേൾക്കുന്നതിന് കൂടെ തന്നെ പഠിച്ചു പോകും. ക്ലാസ് കേൾക്കുകയല്ലേ, അപ്പൊ ക്ലാസ് കേൾക്കുന്നതിന് കൂടെ തന്നെ പഠിച്ചു പോവുക. പിന്നീട് അതിന്റെ ടൈം വന്നാല് ജസ്റ്റ് റിവാർഡ് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കണം യൂസ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോ ക്ലാസ് അതായത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു ബുക്കോ അല്ലെങ്കിൽ പേപ്പറോ ഒരു പെന്നും എടുത്ത് വെച്ചിരിക്കുക. അറിയാത്ത ഫാക്ടറുകൾ മാത്രം നോട്ട് ചെയ്ത് പോകുക, പിന്നീട് അത് റിവൈസ് ചെയ്യുക. അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ വീഡിയോ കണ്ട ടൈം നിങ്ങൾക്ക് എഫിഷ്യന്റ് ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. Recently, who has received 15th ജ്ഞാനപീഠ അവാർഡ് 2023? 2023 58ാമത്തെ ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചതാർക്കാണ്? അതാണ് ക്വസ്റ്റ്യൻ. 2023 58ാമത്തെ ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചതാർക്കാണ്? ഇതിന് ആൻസർ പറയുന്നതിന് മുന്നേ 2023 നൽകുന്നത് 2023 എത്രാമത്തെ ജ്ഞാനപീഠ അവാർഡാണെന്നുള്ളത് അറിയണം. എത്രാമത്തെയാണ്? 58th ജ്ഞാനപീഠ അവാർഡാണ്. ഓക്കെ, അപ്പൊ 2024 58th ജ്ഞാനപീഠ അവാർഡ് ലഭിക്കുന്ന ആർക്കൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ സാൻസ്ക്രിറ്റ് സ്കോളർ ആയിട്ടുള്ള ജഗദ്ഗുരു രാമഭദ്രാചാര്യയ്ക്ക്, ഉറുദു പോയിറ്റ് ആൻഡ് ലിറിസിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഗുൽസാറുമാണ് 58ാമത്തെ ജ്ഞാനപീഠ അവാർഡ് ലഭിക്കുന്നത്. ഓക്കെ, 50th ജ്ഞാനപീഠ അവാർഡ് ലഭിക്കുന്ന ആർക്കൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാൻസ്ക്രിറ്റ് സ്കോളർ ആയിട്ടുള്ള ജഗദ്ഗുരു രാമഭദ്രാചാര്യയ്ക്ക്, ഉറുദു പോയിറ്റ് ആൻഡ് ലിറിസിസ്റ്റ് ആയിട്ടുള്ള ഗുൽസാറുമാണ് 2023 ജ്ഞാനപീഠ അവാർഡ് 58ാമത്തെ ജ്ഞാനപീഠ അവാർഡ് ലഭിക്കുന്നത്. ഓക്കെ, അപ്പൊ 58ാമത്തെ ജ്ഞാനപീഠ അവാർഡ് ലഭിക്കുന്ന ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ആരാണ്? ജഗദ്ഗുരു രാമഭദ്രാചാര്യൻ. പേര് പറഞ്ഞപോലെ ജഗദ്ഗുരു രാമഭദ്രാചാര്യയ്ക്കും, ഓക്കെ, സാൻസ്ക്രിറ്റ് സ്കോളർ ആയിട്ടുള്ള ജഗദ്ഗുരു രാമഭദ്രാചാര്യയ്ക്കും, അതുപോലെ തന്നെ ഉറുദു പോയിറ്റ് ആൻഡ് ലിറിസിസ്റ്റ് ആയിട്ടുള്ള ഗുൽസാറിനുമാണ് 58th ജ്ഞാനപീഠ അവാർഡ് ലഭിക്കുന്നത്. ഞാൻ ഒരിക്കൽ കൂടി പറയാൻ ശ്രദ്ധിച്ചിരുന്നു. 50th ജ്ഞാനപീഠ അവാർഡ് ലഭിക്കുന്ന ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ സാൻസ്ക്രിറ്റ് സ്കോളർ ആയിട്ടുള്ള ജഗദ്ഗുരു രാമഭദ്രാചാര്യയ്ക്കും, ഉറുദു പോയിറ്റ് ആൻഡ് ലിറിസിസ്റ്റ് ആയിട്ടുള്ള ഗുൽസാറുമാണ് 50th ജ്ഞാനപീഠ അവാർഡ് ലഭിക്കുന്നത്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ ജ്ഞാനപീഠ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വർഷം എന്താണെന്ന് അറിയണം. ജ്ഞാനപീഠ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വർഷം എന്താണെന്ന് വെച്ചാൽ ആൻസർ ജ്ഞാനപീഠ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 1961 കേട്ടോ. ജ്ഞാനപീഠ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് 1961 ജ്ഞാനപീഠ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. 1961 ജ്ഞാനപീഠ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തെങ്കിലും ഇത് ഫസ്റ്റ് അവാർഡ് നൽകുന്നത് എന്നാണ് 1965 ഓക്കെ, ജ്ഞാനപീഠ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 1961 ആൻഡ് ഫസ്റ്റ് അവാർഡ് 1965. 1961 ജ്ഞാനപീഠ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തെങ്കിലും 1965 ഈ അവാർഡ് ആദ്യമായിട്ട് നൽകുന്നത്. 1965 അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ജ്ഞാനപീഠ അവാർഡ് ലഭിക്കുന്നത് ആർക്കാണ്? ജി ശങ്കരക്കുറുപ്പിനാണ് കേട്ടോ. ഫസ്റ്റ് ജ്ഞാനപീഠ അവാർഡ് 1965 ലഭിക്കുന്നത് ആർക്കാണ്? അത് ജി ശങ്കരക്കുറുപ്പിനാണ്. ഓക്കെ, ഒരു കാര്യം കൂടി ഒപ്പം നോട്ട് ചെയ്ത് കൊടുക്കുക. ജ്ഞാനപീഠ അവാർഡിന്റെ ക്യാഷ് പ്രൈസ് എത്രയാണെന്ന് വെച്ചാൽ ആൻസർ 11 lakh ആണ്. ഓക്കെ, ജ്ഞാനപീഠ അവാർഡിന്റെ ക്യാഷ് പ്രൈസ് എത്രയാണ്? 11 lakh. ഓക്കെ, അപ്പൊ ഈ സ്ലൈഡിൽ പറഞ്ഞ കാര്യങ്ങളെ ഒറ്റ തവണ കൺസോളിഡേറ്റ് ചെയ്ത് പറഞ്ഞിരുന്നു. 50th ജ്ഞാനപീഠ അവാർഡ് ലഭിക്കുന്ന ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആൻസർ സാൻസ്ക്രിറ്റ് സ്കോളർ ആയിട്ടുള്ള ജഗദ്ഗുരു രാമഭദ്രാചാര്യയ്ക്കും, ഉറുദു പോയിറ്റ് ആൻഡ് ലിറിസിസ്റ്റ് ആയിട്ടുള്ള ഗുൽസാറുമാണ് 50th ജ്ഞാനപീഠ അവാർഡ് ലഭിക്കുന്നത്. ഓക്കെ, 58ാമത്തെ ജ്ഞാനപീഠ അവാർഡ് എന്നുള്ളത് മറക്കണ്ട. അങ്ങനെയാണെങ്കിൽ ജ്ഞാനപീഠ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വർഷം എന്താണ്? 1961 ഓക്കെ, ജ്ഞാനപീഠ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ് 1961 ജ്ഞാനപീഠ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇറ്റ് ഈസ് ഫസ്റ്റ് അവാർഡ് 1965. 1961 ജ്ഞാനപീഠ അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആദ്യമായിട്ട് നൽകുന്നത് 1965. എക്സാമിന്
എക്സാമിന് ക്വസ്റ്റ്യൻ വരും. ഫസ്റ്റ് ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ജി ശങ്കരക്കുറുപ്പിന്. ജ്ഞാനപീഠ അവാർഡിന്റെ ക്യാഷ് പ്രൈസ് എത്ര രൂപയാണെന്ന് വെച്ചാൽ ആൻസർ 11 ലക്ഷമാണ്. ക്ലിയർ ആണല്ലോ? നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അപ്പൊ ഈ സ്ലൈഡിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം പഠിച്ചോണേ. നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്തതിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ദിശ അക്കാഡമിയില് SSC RRB അതുപോലെ തന്നെ ബാങ്ക് ഓഫ്ലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ ഓഫ്ലൈൻ സെന്റേഴ്സിൽ ജോയിൻ ചെയ്യുവാണെങ്കിൽ 5 സ്ഥലങ്ങളിലാണ് നമ്മുടെ സെന്റേഴ്സ് ഉള്ളത്. അത് എവിടെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊട്ടാരക്ക, കൊല്ലം, ട്രിവാൻഡ്രം, കാലിക്കറ്റ്, തൃശ്ശൂർ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ പ്ലേസിലേക്ക് അടുത്തുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ ഈ കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ഓഫ്ലൈൻ സെന്റേഴ്സിൽ വന്ന് പ്രോപ്പർലി പഠിക്കുമ്പോഴത്തേക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് സിലബസ് ഓറിയന്റഡ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അതിനുശേഷം ക്ലാസ്സുകൾ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എക്സ്ട്രാ ബിഗിനേഴ്സ് മെറ്റീരിയൽ നിങ്ങൾ സോൾവ് ചെയ്യും. അതിനുശേഷം നിങ്ങൾ എക്സാം ഓറിയന്റഡ് ഫോക്കസ് ബാച്ചിലുണ്ടാവും. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ ഏത് ജോലിയാണോ ഫോക്കസ് ചെയ്യുന്നത് ആ ജോലിയിലേക്ക് നിങ്ങളെ എത്തിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് സെന്റർ ആണോ ആ സെന്റർ നമ്പർ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു പക്ഷേ നിങ്ങൾക്ക് ഓഫ്ലൈൻ സെന്റേഴ്സിൽ അതായത് വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൂരം കൊണ്ട് ഓഫ്ലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഓൺലൈൻ കോഴ്സസും ദിശ അക്കാദമി ലേണിംഗ് ആപ്പ് വഴി അവൈലബിൾ ആണ്. അപ്പൊ ഓൺലൈൻ കോഴ്സിലാണെങ്കിൽ നമുക്കറിയാം ലൈവ് ക്ലാസ്സുകളായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഫാക്കൽറ്റീസുമായി ഇന്ററാക്ട് ചെയ്ത് ഡൗട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് പഠിക്കാനായിട്ട് പറ്റും. ഇനി ഒരു പക്ഷേ ലൈവ് ക്ലാസ് ആ ടൈമിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നിരിക്കട്ടെ എങ്കിലും അതിന്റെ റെക്കോർഡ് വേർഷൻസ് അവിടെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ടൈം പോലെ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ നിങ്ങളെ പഠനത്തിൽ കൂടുതൽ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഓഫ്ലൈൻ സെന്റേഴ്സിലെ പോലെ തന്നെ നിങ്ങൾക്ക് ഒരു മെന്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഓൺലൈൻ കോഴ്സിലൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ 2 നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ബാക്കി പഠിക്കാനായിട്ട് പോവാണ്. ഓക്കെ, who has been honored with സരസ്വതി സമ്മാൻ 2023? അപ്പൊ സരസ്വതി സമ്മാൻ 2023 വിൻ ചെയ്യുന്ന ആരാണ്? അപ്പൊ സരസ്വതി സമ്മാൻ അവാർഡ് എന്ന് പറയുന്നത് ലിറ്റററി അവാർഡാണ്. ഓക്കെ, സരസ്വതി സമ്മാൻ അവാർഡ് എന്ന് പറയുന്നത് ലിറ്റററി അവാർഡാണ്. സരസ്വതി സമ്മാൻ അവാർഡ് എന്ന് പറയുന്നത് ഈ അവാർഡ് നൽകുന്നത് KK ബിർള ഫൗണ്ടേഷൻ ആണ്. ഓക്കെ, സരസ്വതി സമ്മാൻ അവാർഡ് എന്ന് പറയുന്നത് ലിറ്റററി അവാർഡാണ്. ഈ അവാർഡ് നൽകുന്നത് KK ബിർള ഫൗണ്ടേഷൻ ആണ്. ഓക്കെ, സരസ്വതി സമ്മാൻ അവാർഡ് എന്ന് പറയുന്നത് ലിറ്റററി അവാർഡാണ്. ഈ അവാർഡ് നൽകുന്നത് KK ബിർള ഫൗണ്ടേഷൻ ആണ്. ഓക്കെ, സരസ്വതി സമ്മാൻ അവാർഡ് എന്ന് പറയുന്നത് ലിറ്റററി അവാർഡാണ്. ഈ അവാർഡ് നൽകുന്നത് KK ബിർള ഫൗണ്ടേഷൻ ആണ്. സരസ്വതി സമ്മാൻ അവാർഡ് 2023 വിൻ ചെയ്ത ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാള പോയിന്റായിട്ടുള്ള പ്രഭാവർമ്മയാണ്. ഓക്കെ, സരസ്വതി സമ്മാൻ അവാർഡ് വിൻ ചെയ്ത ആരാണെന്ന് വെച്ചതിന് ആൻസർ മലയാള പോയിന്റായിട്ടുള്ള പ്രഭാവർമ്മയാണ് സരസ്വതി സമ്മാൻ അവാർഡ് വിൻ ചെയ്യുന്നത്. എന്തിനു വേണ്ട? ഫോർ രൗദ്ര സ്വാത്വികം. ഓക്കെ, എന്താണ് രൗദ്ര സ്വാത്വികം എന്ന് പറയുന്നത് അല്ലെ? അപ്പം നമ്മുടെ 2023 സരസ്വതി സമ്മാൻ അവാർഡ് ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്തോ. ഈ സരസ്വതി സമ്മാൻ അവാർഡ് എത്രാമത്തെ സരസ്വതി സമ്മാൻ അവാർഡാണെന്ന് അറിയാം? എത്രാമത്തെയാ? 33rd സരസ്വതി സമ്മാൻ അവാർഡ്. 33ാമത്തെ ചില എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുക 33ാമത്തെ സരസ്വതി സമ്മാൻ അവാർഡ് വിൻ ചെയ്ത ആരായിരിക്കും? ഓക്കെ, അപ്പൊ കൺഫ്യൂഷൻ വരുന്നത് 33rd സരസ്വതി സമ്മാൻ അവാർഡ് വിൻ ചെയ്ത മലയാള പോയിന്റായിട്ടുള്ള പ്രഭാവർമ്മയാണ്. ഇതിനു വേണ്ട രൗദ്ര സാത്വികം. ഇതിനു വേണ്ടാണ് രൗദ്ര സാത്വികം. അപ്പൊ ഒന്നുകൂടി പറഞ്ഞിരുന്നു, സരസ്വതി സമ്മാൻ അവാർഡ് എന്ന് പറയുന്നത് ലിറ്റററി അവാർഡാണ്. ഈ അവാർഡ് നൽകുന്നത് KK ബിർള ഫൗണ്ടേഷൻ ആണ്. 33ാമത്തെ സരസ്വതി സമ്മാൻ അവാർഡ് ലഭിക്കുന്നത് മലയാള പോയിന്റായിട്ടുള്ള പ്രഭാവർമ്മയ്ക്കാണ്. ഏതിനു വേണ്ടിയിട്ടാ? രൗദ്ര സ്വാത്വികം. ഏതിനാണ്? രൗദ്ര സ്വാത്വികം. സരസ്വതി സമ്മാൻ അവാർഡ് ലിറ്റററി അവാർഡാണെന്ന് പറഞ്ഞോലെ ഫസ്റ്റ് വിന്നർ ഇതിന്റെ ആരാണ്? ഫസ്റ്റ് സരസ്വതി സമ്മാൻ അവാർഡ് ലഭിക്കുന്ന ആരാണെന്ന് ഓൾറെഡി എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. അതാരാണെന്ന് വെച്ചാൽ ആൻസർ ഫസ്റ്റ് വിന്നർ ഹരിവംശ് റായ് ബച്ചൻ ആണ്. ഓക്കെ, ഫസ്റ്റ് സരസ്വതി സമ്മാൻ അവാർഡ് വിൻ ചെയ്യുന്ന ആരാണ്? അത് ഹരിവംശ് റായ് ബച്ചൻ ആണ് ഫസ്റ്റ് സരസ്വതി സമ്മാൻ അവാർഡ് വിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് ഓവറോൾ ക്ലിയർ ആയല്ലോ. ഇനി ഒരിക്കൽ കൂടി ഞാൻ പറയുമ്പോഴത്തേക്ക് സെറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, ശ്രദ്ധിച്ചിരുന്നോ? ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, സരസ്വതി സമ്മാൻ അവാർഡ് 2023 വിൻ ചെയ്ത ആരാണ്? സരസ്വതി സമ്മാൻ അവാർഡ് എന്ന് പറയുമ്പോൾ 33ാമത്തെ സരസ്വതി സമ്മാൻ അവാർഡ് അല്ലെ? അതിനെപ്പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അതിനു മുന്നേ സരസ്വതി സമ്മാൻ അവാർഡ് എന്ന് പറയുന്നത് ലിറ്റററി അവാർഡാണ്. ഈ അവാർഡ് നൽകുന്നത് KK ബിർള ഫൗണ്ടേഷൻ ആണ്. 33rd സരസ്വതി സമ്മാൻ അവാർഡ് ലഭിക്കുന്നത് മലയാള പോയിന്റായിട്ടുള്ള പ്രഭാവർമ്മയ്ക്കാണ്. ഏതിനു വേണ്ടിയിട്ട്? ഫോർ രൗദ്ര സ്വാത്വികം. അങ്ങനെയാണെങ്കിൽ ഈ സരസ്വതി സമ്മാൻ അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ ആളാണെന്ന് വെച്ചാൽ ആൻസർ
ഭായി ബച്ചൻ ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, നമ്മൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അപ്പൊ ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യങ്ങളെല്ലാം ക്ലിയർ ആയല്ലോ അല്ലേ? Then അടുത്ത ഓക്കെ, who has been awarded with Abel Prize 2024? 2024 Abel Prize വിൻ ചെയ്ത ആരാണ്? ഓക്കെ, അപ്പൊ Abel Prize കേൾക്കുമ്പോഴേ നിങ്ങളുടെ മൈൻഡിൽ വരണം മാത്തമാറ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഓക്കെ, മാത്തമാറ്റിക്സ് അവാർഡ് ആണ് എന്ന് പറയുന്നത് Abel Prize പറയുന്നത്. അത് അറിഞ്ഞിരിക്കേണ്ട കാര്യം കേട്ടോ. ജികെയുടെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ Abel Prize എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് അവാർഡ് ആണ് എന്ന് പറയുന്നത് Abel Prize എന്ന് പറയുന്നത്. 2024 Abel Prize ലഭിച്ചത് ആർക്കാണ്? അത് ആർക്കാണെന്ന് വെച്ചാൽ ആൻസർ മിഷേൽ ടാലഗ്രാൻഡ് ആണ്. ഓക്കെ, മിഷേൽ ടാലഗ്രാൻഡ് 2024 Abel Prize ലഭിക്കുന്നത്. 2024 Abel Prize ലഭിച്ചത് ആർക്കാണെന്ന് വെച്ചാൽ ആൻസർ മിഷേൽ ടാലഗ്രാൻഡ്. ഓക്കെ, 2024 Abel Prize ലഭിച്ചത് ആർക്കാണ്? മിഷേൽ ടാലഗ്രാൻഡ്. അറിയുക, Abel Prize എന്ന് പറയുമ്പോൾ മാത്തമാറ്റിക്സ് അവാർഡ് ആണ്. ഓക്കെ, അപ്പൊ 2024 Abel Prize ലഭിച്ചത് ആർക്ക്? Abel Prize എന്ന് പറയുമ്പോൾ മാത്തമാറ്റിക്സ് അവാർഡ് ആണ്. 2024 Abel Prize ലഭിച്ചത് ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആൻസർ മിഷേൽ ടാലഗ്രാൻഡ് ആണ്. ആർക്കാണ്? മിഷേൽ ടാലഗ്രാൻഡ്. ക്ലിയർ ആയല്ലോ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വീണ്ടും ഞാൻ പറയുന്നു, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് എക്സാമിന് ഉണ്ടാവും കേട്ടോ. ഒന്നുപോലെ സ്കിപ്പ് ചെയ്യാതെ തന്നെ അതുപോലെ പഠിച്ചോണേ. എക്സാമിന് ഇതിന് ക്വസ്റ്റ്യൻസ് വരുന്നത് ഷുവർ ആണ്. ഓക്കെ, അടുത്ത് how many people awarded with Bharat Ratna Award 2024? 2024 Bharat Ratna Award ലഭിച്ചത് എത്ര പേർക്കാണ്? 2024 Bharat Ratna Award ലഭിക്കുന്നത് എത്ര പേഴ്സൺസിനാണ്? 5%. ഓക്കെ, നമ്മുടെ ഹൈയസ്റ്റ് സിവിലിയൻ ഓണർ ആയിട്ടുള്ള Bharat Ratna Award ലഭിക്കുന്നത് എത്ര ആൾക്കാർക്കാണ്? 5%. അത് ആർക്കൊക്കെയാണെന്ന് നോക്കാം അല്ലെ? ആർക്കൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർപ്പൂരി താക്കൂർ, എൽ.കെ. അദ്വാനി, എം.എസ്. സ്വാമിനാഥൻ, നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്. ഇങ്ങനെ പറയുന്ന 5%-നാണ് എന്ത് ലഭിക്കുന്നത്? ഭാരതരത്ന ലഭിക്കുന്നത്. പേരുകൾ കേട്ടിട്ട് പഠിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ഡെഫിനറ്റ്ലി നമുക്ക് ഓർത്തിരിക്കാനായിട്ട് പറ്റും. നമുക്ക് നോക്കാം. ആദ്യത്തേത് കർപ്പൂരി താക്കൂർ. ഓക്കെ, കർപ്പൂരി താക്കൂർ, എൽ.കെ. അദ്വാനി. ഓക്കെ, കർപ്പൂരി താക്കൂർ, എൽ.കെ. അദ്വാനി, എം.എസ്. സ്വാമിനാഥൻ. ഓക്കെ, എം.എസ്. സ്വാമിനാഥൻ. അവരുടെ പേരുകൾ പഠിക്കുകയാണ്. കർപ്പൂരി താക്കൂർ, എൽ.കെ. അദ്വാനി, എം.എസ്. സ്വാമിനാഥൻ, പി.വി. നരസിംഹറാവു. ആരാണ്? പി.വി. നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്. ആരാണ്? ചൗധരി ചരൺ സിംഗ്. അപ്പൊ നമ്മൾ പറഞ്ഞത് കർപ്പൂരി താക്കൂർ, എൽ.കെ. അദ്വാനി, എം.എസ്. സ്വാമിനാഥൻ, നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്. ഓക്കെ, ആരൊക്കെയാണ് 5 പേര്? കർപ്പൂരി താക്കൂർ, എൽ.കെ. അദ്വാനി, എം.എസ്. സ്വാമിനാഥൻ, നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്. ഓക്കെ, അതില് കർപ്പൂരി താക്കൂർ എന്ന് പറയുന്നത് 11th ചീഫ് മിനിസ്റ്റർ ഓഫ് ബീഹാർ. ബീഹാറിന്റെ 11th ചീഫ് മിനിസ്റ്റർ ആണെന്ന് പറയുന്നത് കർപ്പൂരി താക്കൂർ എന്ന് പറയുന്നത്. ബീഹാറിന്റെ 11th ചീഫ് മിനിസ്റ്റർ ആണെന്ന് പറയുന്നത് കർപ്പൂരി താക്കൂർ എന്ന് പറയുന്നത്. എൽ.കെ. അദ്വാനി എന്ന് പറയുമ്പോൾ 7th ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ 7th ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആണെന്ന് പറയുന്നത് എൽ.കെ. അദ്വാനി എന്ന് പറയുന്നത്. ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ എന്ന് അറിയപ്പെടുന്ന ആളാണ് എം.എസ്. സ്വാമിനാഥൻ. കേട്ടോ, ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ എന്ന് അറിയപ്പെടുന്ന ആളാണ് എം.എസ്. സ്വാമിനാഥൻ. അപ്പൊ ഈ ഒരു ന്യൂസിലൊക്കെ ചിലപ്പോൾ എക്സാമിന് ഡയറക്റ്റ്ലി ചോദിക്കാം, ഹു ഈസ് നോൺ ആസ് ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ എന്നായിരിക്കും. ഓക്കെ, ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരാണ്? എം.എസ്. സ്വാമിനാഥൻ. ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഇൻ ഇന്ത്യ എന്നറിയപ്പെടുന്ന ആരാണ്? എം.എസ്. സ്വാമിനാഥനെയാണ്. നരസിംഹറാവു വരുമ്പോൾ 9th പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ചൗധരി ചരൺ സിംഗ് ആണെങ്കിലോ 5th പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഓക്കെ, ഭാരതരത്ന ലഭിക്കുന്നത് എത്ര പേഴ്സൺസിനാണ്? 5%. ആരൊക്കെയാണെന്ന് പറയാൻ പറ്റുന്നുണ്ടോ? കർപ്പൂരി താക്കൂർ, എൽ.കെ. അദ്വാനി, എം.എസ്. സ്വാമിനാഥൻ, നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്. ഓക്കെ, ഇനി നമ്മുടെ ഹൈയസ്റ്റ് സിവിലിയൻ അവാർഡാണ് ഭാരതരത്ന. നമുക്കറിയാം, ഡെഫിനറ്റ്ലി നമുക്കറിയാം ഭാരതരത്ന അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. ഭാരതരത്ന അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത
പഠിക്കുക. ഭാരതരത്ന അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത വർഷം 1954ലാണ്. 1954 ആദ്യമായി ഭാരതരത്ന ലഭിക്കുന്നില്ല. ആരൊക്കെയാണ്? രാജഗോപാലാചാരി, രാധാകൃഷ്ണൻ, CV രാമൻ. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. അടുത്ത how many personalities have been awarded with Padma Award 2024? 2024 പത്മ അവാർഡ്സ് ടോട്ടൽ എത്ര ആളുകൾക്കാണ് ലഭിക്കുന്നത്? പത്മ അവാർഡ്സ് ടോട്ടൽ ലഭിക്കുന്നത് 132 persons ആണ്. ഓക്കെ, ടോട്ടൽ പത്മ അവാർഡ്സ് എത്ര ആളുകൾക്ക് ലഭിക്കുന്നു? 132 ആളുകൾക്ക് ടോട്ടൽ പത്മ അവാർഡ്സ് ലഭിക്കുന്നു. ഓക്കെ, പത്മ അവാർഡ്സ് ലഭിക്കുന്ന ടോട്ടൽ ആളുകൾ എത്രയാണെന്ന് വെച്ചാൽ 132 ആണ്. ഓക്കെ, 132 ആളുകൾക്ക് ടോട്ടൽ പത്മ അവാർഡ്സ് ലഭിക്കുന്നു. നമുക്കറിയാം പത്മ അവാർഡ്സ് ഏതൊക്കെയാ? പത്മവിഭൂഷൺ ഉണ്ട്, പത്മഭൂഷൺ ഉണ്ട്, പത്മശ്രീ. പത്മവിഭൂഷൺ ലഭിക്കുന്നത് എത്ര ആളുകൾക്കാണ്? 5 persons ആണ്. പത്മഭൂഷൺ ലഭിക്കുന്നതോ 70 persons ആണ്. പത്മവിഭൂഷൺ ലഭിക്കുന്നതോ 110. ഓക്കെ, അപ്പൊ ഓർക്കുക, പത്മവിഭൂഷൺ ലഭിക്കുന്നത് 5 personsന്, പത്മഭൂഷൺ ആണെങ്കിൽ 70 personsന്, പത്മശ്രീ ആണെങ്കിൽ 110, 110 ആളുകൾ. ഓക്കെ, അപ്പം ടോട്ടൽ പത്മ അവാർഡ്സ് 2024 എത്രയാണ്? 132 ആണ്. 132. ആ 132ല് 5 എന്ന് പറയുന്നത് എന്താണ്? പത്മ വിഭൂഷൺ ആണ്. 70 എന്ന് പറയുന്നത് പത്മഭൂഷൺ ആണ്. 110 എന്ന് പറയുന്നത് പത്മശ്രീ ആണ്. അപ്പോൾ ടോട്ടൽ പത്മ അവാർഡ്സ് 2024 132. 5 എന്ന് പറയുന്നത് പത്മ വിഭൂഷൺ, 70 എന്ന് പറയുന്നത് പത്മഭൂഷൺ, 110 എന്ന് പറയുന്നത് പത്മശ്രീ. ഇവിടെ നമുക്ക് ഒരു കാര്യം എക്സ്ട്രാ പഠിക്കാനുണ്ട്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഈ പത്മവിഭൂഷൺ 5 ആളുകൾക്ക് എന്നല്ലേ പറഞ്ഞേ? പത്മഭൂഷൺ ലഭിച്ചത് 5 personsനാണ്. പത്മഭൂഷൺ ആണെങ്കിൽ 70, പത്മശ്രീ ആണെങ്കിൽ 110. ഈ പത്മവിഭൂഷൺ ലഭിച്ച 5 ആൾക്കാർ ഏത് സ്റ്റേറ്റ് ആണെന്നും അവർ ഏത് ഫീൽഡ് ആണെന്നും ക്വസ്റ്റ്യൻ ചോദിക്കുക ഉറപ്പാണ്. ക്വസ്റ്റ്യൻ വരും. ഓക്കെ, അതായത് ക്വസ്റ്റ്യൻ വരുന്നത് ഞാൻ പറയുന്നത് നമ്മൾ ഇതിന് മുന്നേയുള്ള എക്സാംസ് അനലൈസ് ചെയ്തിട്ട് തന്നെയാണ്. ഇതിന് മുന്നേയുള്ള എക്സാംസിന് കറണ്ട് മാസം പറയുന്ന പോർഷനിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് പറയുന്നത്. ക്വസ്റ്റ്യൻസ് വരെ നോട്ട് ചെയ്ത് കൊടുക്കുക. പത്മവിഭൂഷൺ ലഭിക്കുന്നത് എത്ര ആളുകൾക്കാണ്? 5 personsനാണ്. പത്മഭൂഷൺ ലഭിക്കുന്നത് 5 persons. അവരാരൊക്കെയാണ് നമുക്ക് നോക്കണം. ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈജയന്തിമാല. ഓക്കെ, വൈജയന്തിമാല എന്തുമാണ് റിലേറ്റ് ചെയ്യുന്നു? ആർട്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. വൈജയന്തിമാല ആർട്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ചാൽ ആൻസർ തമിഴ്നാട്. നോട്ട് ചെയ്തോടെ, വൈജയന്തിമാല ആർട്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഏത് സ്റ്റേറ്റ് ആണ്? തമിഴ്നാട്. കൊരടില്ല ചിരഞ്ജീവി, ചിരഞ്ജീവി ആർട്സ് ഏത് സ്റ്റേറ്റ് ആണ്? ആന്ധ്രാപ്രദേശ്. നിങ്ങൾക്ക് അറിയാം അല്ലേ? അപ്പൊ വൈജയന്തിമാല ആർട്സ് തമിഴ്നാട്, ചിരഞ്ജീവി ആർട്സ് എവിടെയാണ്? ആന്ധ്രാപ്രദേശ്. ദെൻ വെങ്കയ്യ നായിഡു എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? പബ്ലിക് അഫയേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഏത് സ്റ്റേറ്റ് ആണ്? ആന്ധ്രാപ്രദേശ്. നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ? വെങ്കയ്യ നായിഡു പബ്ലിക് അഫയേഴ്സ് ആണ്, സ്റ്റേറ്റ് മറക്കണ്ട, ആന്ധ്രാപ്രദേശ്. വിന്ദേശ്വർ പദക് കേട്ടോ, വിന്ദേശ്വർ പദക് പോസ്റ്റ്മോസ്റ്റിയാണ് ലഭിക്കുന്നത്. വിന്ദേശ്വർ പദക് സോഷ്യൽ വർക്ക് ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഹാർ. വിന്ദേശ്വർ പദക് സ്റ്റേറ്റ് ബി വെച്ചിട്ട് നോക്കാം. വിന്ദേശ്വർ പദക് ബീഹാർ. വിന്ദേശ്വർ പദക് സോഷ്യൽ വർക്ക് ഏത് സ്റ്റേറ്റ് ആണ്? ബീഹാർ. പത്മ സുബ്രഹ്മണ്യം ആണെങ്കിൽ പത്മ സുബ്രഹ്മണ്യം ആർട്സ് ആണ് ഏത് സ്റ്റേറ്റ് ആണ്? തമിഴ്നാട്. പത്മ സുബ്രഹ്മണ്യം ആർട്സ് ആണ് ഏത് സ്റ്റേറ്റ് ആണ്? തമിഴ്നാട്. അപ്പോൾ നമ്മൾ പറഞ്ഞത് വൈജയന്തിമാല ആർട്സ് തമിഴ്നാട്, ചിരഞ്ജീവി ആർട്സ് ആന്ധ്രാപ്രദേശ്, വെങ്കയ്യ നായിഡു പബ്ലിക് അഫയേഴ്സ് ആന്ധ്രാപ്രദേശ്, വിന്ദേശ്വർ പദക് സോഷ്യൽ വർക്ക് ബീഹാർ, പത്മ സുബ്രഹ്മണ്യം ആർട്സ് തമിഴ്നാട്. ഓക്കെ, അപ്പം പത്മവിഭൂഷൺ ലഭിച്ച 5 persons ഓക്കെയാണോ? ഒരിക്കൽ കൂടി ഞാൻ പറയാം. വൈജയന്തിമാല ആർട്സ് തമിഴ്നാട്, ചിരഞ്ജീവി ആന്ധ്രാപ്രദേശ്, വെങ്കയ്യ നായിഡു പബ്ലിക് അഫയേഴ്സ് ആന്ധ്രാപ്രദേശ്, വിന്ദേശ്വർ പദക് സോഷ്യൽ വർക്ക് ബീഹാർ, പത്മ സുബ്രഹ്മണ്യം ആർട്സ് തമിഴ്നാട്. ഓക്കെ ഓക്കെ, പത്മ സുബ്രഹ്മണ്യം ഒക്കെ ചിലപ്പോൾ ഡയറക്റ്റ്ലി ചോദിക്കാൻ എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതായിരിക്കും. പത്മ സുബ്രഹ്മണ്യം is related to ഭരതനാട്യം ഡാൻസ് ആണ് കേട്ടോ. പത്മ സുബ്രഹ്മണ്യം is related to ഭരതനാട്യം ഡാൻസ്. അപ്പം പത്മ സുബ്രഹ്മണ്യത്തിന് കുറെ അവാർഡുകൾ നോക്കാനായിട്ട് നമുക്ക് ജികെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അടുത്തത് പറയുന്നത് we have been honored with prestigious Lata Deenanath Mangeshkar Award. Lata Deenanath Mangeshkar Award, Lata Deenanath Mangeshkar Award ലഭിച്ചത് ആർക്കാണെന്ന് വെച്ചാൽ ആൻസർ അമിതാഭ് ബച്ചൻ.
ഓക്കെ, ലതാ ദീനനാഥ് മങ്കേഷ്കർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? അമിതാഭ് ബച്ചൻ. ഓക്കെ, ലതാ ദീനനാഥ് മങ്കേഷ്കർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ആൻസർ ആർക്കാണ്? ലതാ മങ്കേഷ്കർ ദീനനാഥ് അവാർഡ് ലഭിച്ചത് ആർക്കാണ്? അത് അമിതാഭ് ബച്ചൻ. ഓക്കെ, ലതാ ദീനനാഥ് മങ്കേഷ്കർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? അമിതാഭ് ബച്ചൻ. ഓക്കെ, അടുത്തത് who has been honored with prestigious GD Birla Award 2023 for scientific research. അപ്പോൾ സയന്റിഫിക് റിസർച്ചിന് വേണ്ടിയിട്ട് GD Birla Award ലഭിക്കുന്ന ആളാണ്. സയന്റിഫിക് റിസർച്ചിന് വേണ്ടിയിട്ട് GD Birla Award ലഭിക്കുന്ന ആളാണെന്ന് വെച്ചാൽ ആൻസർ അദിതി സെൻ ദേയ്ക്കാണ്. ഓക്കെ, സയന്റിഫിക് റിസർച്ചിന് വേണ്ടിയിട്ട് GD Birla Award ലഭിക്കും. ഓക്കെ, സയന്റിഫിക് റിസർച്ചിന് വേണ്ടിയിട്ട് GD Birla Award ലഭിക്കുന്ന ആളാണെന്ന് വെച്ചാൽ ആൻസർ അദിതി സെൻ ദേയ്ക്കാണ്. ആർക്കാണ്? അദിതി സെൻ ദേയ്ക്കാണ്. ഓക്കെ, അപ്പം GD Birla Award സയന്റിഫിക് റിസർച്ചിന് വേണ്ടിയിട്ട് GD Birla Award ലഭിക്കുന്ന ആളാണെന്ന് വെച്ചാൽ ആൻസർ അദിതി സെൻ ദേയ്ക്കാണ്. ഓക്കെ, ആർക്കാണ്? അദിതി സെൻ ദേ. പേര് പറഞ്ഞപോലെ സയന്റിഫിക് റിസർച്ചിന് വേണ്ടിയിട്ട് GD Birla Award ലഭിക്കുന്ന ആൾക്കാണ് അദിതി സെൻ ദേയ്ക്കാണ്. ഓക്കെ, then we go to next question. അടുത്തത് who won the title of Miss World 2024? Miss World 2024 വിൻ ചെയ്തതാണ്. മിസ് വേൾഡ് 2024 കോൺടെസ്റ്റ് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? നമ്മുടെ ഇന്ത്യയിലെ മുംബൈയിൽ വെച്ചിട്ടാണ്. ഇവര് എവിടെ വെച്ചിട്ടാണ്? ഇന്ത്യയിലെ മുംബൈയിൽ വെച്ചിട്ട്. ഇതിൽ വിൻ ചെയ്ത ആരാണെന്ന് വെച്ചാൽ ആൻസർ ആരാണ്? ക്രിസ്റ്റീന പ്ലിസ്കോവയാണ്. ചെക്ക് റിപ്പബ്ലിക്കാരിയായിട്ടുള്ള ക്രിസ്റ്റീന പ്ലിസ്കോവയാണ് ടൈറ്റിൽ വിൻ ചെയ്തത്. ഇവിടെ റണ്ണർ ആരാണെന്ന് കൂടി അറിയണം. ലെബനൻകാരിയായിട്ടുള്ള യാസ്മിന സെയ്റ്റോൺ. ഓക്കെ, റണ്ണർ ആരാണ്? ലെബനൻകാരിയായിട്ടുള്ള യാസ്മിന സെയ്റ്റോൺ ആണ്. 2024 മിസ് വേൾഡ് കോമ്പറ്റീഷൻ ഹെൽഡ് ചെയ്തത് നമ്മുടെ ഇന്ത്യയിലെ മുംബൈയിൽ വെച്ചിട്ടാണ്. ഇത് വിൻ ചെയ്തത് ക്രിസ്റ്റീന പ്ലിസ്കോവ, ചെക്ക് റിപ്പബ്ലിക്കുകാരി. ഓക്കെ, മിസ് വേൾഡ് 2024 വിൻ ചെയ്ത ചെക്ക് റിപ്പബ്ലിക്കുകാരിയായിട്ടുള്ള ക്രിസ്റ്റീന പ്ലിസ്കോവയാണ്. ആരാണ് റണ്ണർ ആയിട്ട് വന്നിട്ടുള്ളത്? യാസ്മിന സെയ്റ്റോൺ ആണ്. ഓക്കെ, യാസ്മിന സെയ്റ്റോൺ ലെബനൻകാരിയായിട്ടുള്ള യാസ്മിന സെയ്റ്റോൺ ആണ് മിസ് വേൾഡ് 2024 റണ്ണർ അപ്പ്. ഓക്കെ, മിസ് വേൾഡ് 2024 റണ്ണർ അപ്പ് ആരാണ്? യാസ്മിന സെയ്റ്റോൺ ആണ്. ഓക്കെ, 2024 മിസ് വേൾഡ് വിൻ ചെയ്ത ആരാണ്? അത് ക്രിസ്റ്റീന പ്ലിസ്കോവ, ചെക്ക് റിപ്പബ്ലിക്കുകാരിയായിട്ടുള്ള ക്രിസ്റ്റീന പ്ലിസ്കോവയാണ്. അവിടെ റണ്ണർ അപ്പ് യാസ്മിന സെയ്റ്റോൺ. ഓക്കെ, റണ്ണർ അപ്പ് യാസ്മിന സെയ്റ്റോൺ ലെബനൻകാരിയാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് who won the Pritzker Architecture Prize 2024? 2024 Pritzker Architecture Prize വിൻ ചെയ്തത് ഇതുണ്ടല്ലോ. ഇത് നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. Pritzker Prize റിലേറ്റഡ് ടു Pritzker Prize ഏത് ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്നുവെന്ന് ആദ്യ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്ന് കണ്ടിട്ടുണ്ട്. ഓക്കെ, മനസ്സിലാക്കല്ലേ? ഓക്കെ, അപ്പം Pritzker Architecture Prize 2024 Pritzker Prize എന്തുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ആർക്കിടെക്ചറുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. 2024 Pritzker Architecture Prize വിൻ ചെയ്ത ആരാണെന്ന് വെച്ചാൽ ആൻസർ റിക്കൻ യമാമോട്ടോ ആണ്. ഓക്കെ, 2024 Pritzker Architecture Prize വിൻ ചെയ്ത ആരാണ്? ജപ്പാൻകാരനായിട്ടുള്ള റിക്കൻ യമാമോട്ടോ ആണ്. ഓക്കെ, 2024 Pritzker Prize ഏത് ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ആർക്കിടെക്ചറുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. Pritzker Architecture Prize വിൻ ചെയ്ത ആരാണ്? ജപ്പാൻകാരനായിട്ടുള്ള റിക്കൻ യമാമോട്ടോയാണ്. ആരാണ്? ജപ്പാൻകാരനായിട്ടുള്ള റിക്കൻ യമാമോട്ടോ. ഓക്കെ, അടുത്തത് who has been honored with Bhutan's Order of the Druk Gyalpo Award? ഭൂട്ടാന്റെ ഹൈയസ്റ്റ് സിവിലിയൻ അവാർഡാണ്. തന്നോട് കൊടുത്തിട്ടുണ്ട്. ഭൂട്ടാന്റെ ഹൈയസ്റ്റ് സിവിലിയൻ അവാർഡാണ് എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ദി ഡ്രഗ് ഗ്യാൽപോ അവാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഭൂട്ടാന്റെ ഹൈയസ്റ്റ് സിവിലിയൻ അവാർഡ് എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ദി ഡ്രഗ് ഗ്യാൽപോ അവാർഡ് എന്ന് പറയുന്നത്. ഭൂട്ടാന്റെ ഹൈയസ്റ്റ് സിവിലിയൻ അവാർഡാണ് ഓർഡർ ഓഫ് ദി ഡ്രഗ് ഗ്യാൽപോ അവാർഡ് എന്ന് പറയുന്നത്. ഓർഡർ ഓഫ് ദി ഡ്രഗ് ഗ്യാൽപോ അവാർഡ് ലഭിക്കുന്നത് ആർക്കാണ്? പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്കാണ്. കേട്ടോ, പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്കാണ് ഓർഡർ ഓഫ് ദി ഡ്രഗ് ഗ്യാൽപോ അവാർഡ് ലഭിക്കുന്നത്. ഒരു കാര്യം ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്തുകൊണ്ടെന്നാൽ ഫസ്റ്റ് നോൺ ഭൂട്ടാനീസ് ടു റിസീവ് ദിസ് അവാർഡ്. ഈ അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ നോൺ ഭൂട്ടാനീസ് ആണ് ആരെന്ന് പറയുന്നത്
പ്രൈം മിനിസ്റ്റർ മോദി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഓർഡർ ഓഫ് ദി ഡ്രഗ് ഗാൽവോ അവാർഡ് ഭൂട്ടാന്റെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ആയിട്ടുള്ള ഓർഡർ ഓഫ് ദി ഡ്രഗ് ഗാൽവോ അവാർഡ് ലഭിക്കുന്ന പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്കാണ്. ഫസ്റ്റ് ടൈമില് ഒരു നോൺ ഭൂട്ടാനീസ് ആയിട്ടുള്ള ഭൂട്ടാനീസ് അല്ലാത്ത ഒരാൾക്ക് ഈ അവാർഡ് ലഭിക്കുന്ന ഫസ്റ്റ് ടൈം ആണിത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓർഡർ ഓഫ് ദി ഡ്രഗ് ഗാൽവോ അവാർഡ് എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ദി ഡ്രഗ് ഗാൽവോ അവാർഡ് എന്ന് പറയുന്നത് ഭൂട്ടാന്റെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ് ആണ്. ഇത് ലഭിക്കുന്ന ആൾക്കാണ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്ര മോദി. First non-Bhutanese to receive this award. Okay. Who has been awarded with Sangeeta Kalanidhi Award 2024? 2024 Sangeeta Kalanidhi Award ലഭിക്കുന്ന ആൾക്കാണ്. Okay. കർണാടക മ്യൂസിഷ്യൻ ആയിട്ടുള്ള ടി.എം. കൃഷ്ണയ്ക്കാണ് 2024 സംഗീത കലാനിധി അവാർഡ് ലഭിക്കുന്നത്. ഓക്കെ, അറിയാം ആർട്സ് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന ടോപ്പിക് നമ്മുടെ എസ്എസ്സിയുടെ എക്സാമിനെ സംബന്ധിച്ച് വളരെയധികം ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്ക് അറിയാം. സോ അതുകൊണ്ട് തന്നെ പഠിച്ചു വെച്ചു കൊടുക്കുക. 2024 സംഗീത കലാനിധി അവാർഡ് ലഭിക്കുന്നത് കർണാടക മ്യൂസിഷ്യൻ ആയിട്ടുള്ള ടി.എം. കൃഷ്ണയ്ക്കാണ്. ഓക്കെ, 2024 സംഗീത കലാനിധി അവാർഡ് ലഭിക്കുന്നത് കർണാടക മ്യൂസിഷ്യൻ ആയിട്ടുള്ള ടി.എം. കൃഷ്ണയ്ക്കാണ്. ഓക്കെ, കർണാടക മ്യൂസിഷ്യൻ ആയിട്ടുള്ള ടി.എം. കൃഷ്ണയ്ക്കാണ് 2024 സംഗീത കലാനിധി അവാർഡ് ലഭിക്കുന്നത്. ഓക്കെ, അടുത്തത് who has been honored with Maharashtra Bhushan Award 2024? 2024 Maharashtra Bhushan Award. Maharashtra Bhushan Award എന്ന് പറയുമ്പോൾ highest civilian award of Maharashtra. മഹാരാഷ്ട്ര ഗവൺമെന്റിന്റെ highest civilian award ആണ് മഹാരാഷ്ട്ര ഭൂഷൺ അവാർഡ്. 2024 മഹാരാഷ്ട്ര ഭൂഷൺ അവാർഡ് ലഭിച്ചത് ആർക്കാണെന്ന് വെച്ചാൽ ആൻസർ പ്രദീപ് മഹാജനാണ് കേട്ടോ. മഹാരാഷ്ട്ര ഭൂഷൺ അവാർഡ് 2024 ലഭിച്ചത് ആർക്കാണ്? പ്രദീപ് മഹാജനാണ്. ഓക്കെ, അത് ഓർത്തിരിക്കാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Which city has been declared as the cleanest city in India in Swachh Sarvekshan 2023? Swachh Sarvekshan 2023 cleanest city ഏതാണ്? Which city has declared cleanest city? Which city has declared cleanest city in India? Swachh Sarvekshan 2023. Swachh Sarvekshan 2023 ക്ലീനസ്റ്റ് സിറ്റി ആയി ഡിക്ലെയർ ചെയ്തത് ഇൻഡോറേയും സൂറത്തിനെയാണ്. രണ്ട് ഫസ്റ്റ് പൊസിഷനിൽ തന്നെയാണ്. ആൻസർ എന്താ? ബോത്ത് എ ആൻഡ് ബി. ഓക്കെ, അപ്പോൾ ക്ലീനസ്റ്റ് സിറ്റി ആയി ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് മധ്യപ്രദേശിലുള്ള ഇൻഡോറേയും ഗുജറാത്തിലെ സൂറത്തിനെയുമാണ് ക്ലീനസ്റ്റ് സിറ്റി ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. സ്വച്ഛ് സർവേക്ഷൺ 2023 സ്വച്ഛ് സർവേക്ഷൺ 2023 ക്ലീനസ്റ്റ് സിറ്റി ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് മധ്യപ്രദേശിലെ ഇൻഡോറേയും ഗുജറാത്തിലെ സൂറത്തിനെയുമാണ്. ഓക്കെ, ദെൻ ക്ലീനസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് മഹാരാഷ്ട്ര, ക്ലീനസ്റ്റ് ഗംഗാടോൾ എന്ന് പറയുന്നത് വാരണാസി ആൻഡ് പ്രയാഗ്രാജ്. ഓക്കെ, ക്ലീനസ്റ്റ് സ്റ്റേറ്റ് ഏതാണ്? മഹാരാഷ്ട്ര. ക്ലീനസ്റ്റ് ഗംഗാടോൾ എന്ന് പറയുന്നത് വാരണാസി അതുപോലെ തന്നെ പ്രയാഗ്രാജുമാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞത് സ്വച്ഛ് സർവേക്ഷൺ 2023 ക്ലീനസ്റ്റ് സിറ്റി ഏതാണ്? മധ്യപ്രദേശിൽ നിന്നുള്ള ഇൻഡോറും ഗുജറാത്തിൽ നിന്നുള്ള സൂററ്റുമാണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്തത് who has been awarded with Major Dhyan Chand Khelatna Award 2023? 2023 Major Dhyan Chand Khelatna Award win ചെയ്തു സ്വാതിക് സ്വൈരാജ്, രംഗി റെഡ്ഡി, ചിരാഗ് ഷെട്ടി. ആൻസർ എന്താണ്? ബോത്ത് എ ആൻഡ് ബി. ഓക്കെ, സ്വാതിക് സ്വൈരാജ്, രംഗി റെഡ്ഡി, ചിരാഗ് ഷെട്ടിയുമാണ് 2023 മേജർ ധ്യാൻ ചന്ദ് ഖേൽരത്ന അവാർഡ് വിൻ ചെയ്തു. രണ്ടുപേരും എന്തുവാണ് പ്ലേ ചെയ്തു? ബാഡ്മിന്റൺ. ഓക്കെ, who has been awarded with Major Dhyan Chand Khelatna Award 2023? സ്വാതിക് സ്വൈരാജ്, രംഗി റെഡ്ഡി അതുപോലെ തന്നെ ചിരാഗ് ഷെട്ടി. നമുക്കറിയാം മേജർ ധ്യാൻ ചന്ദ് ഖേൽരത്ന അവാർഡ് രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വർഷം എന്നാ? രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ്. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ്. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വർഷം നമ്മുടെ എക്സാമിന് ഡയറക്ട്ലി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് 1991 1992 ആണ്. ഓക്കെ, രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന വർഷം എന്നാണ്? 1991 1992 ആണ് രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡിനെ മേജർ ധ്യാൻ ചന്ദ് ഖേൽരത്ന അവാർഡ് റീനെയിം ചെയ്യുന്ന വർഷം എന്നാണെന്ന് നമ്മുടെ 2024 നടന്ന എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു. ഓക്കെ, മേജർ ധ്യാൻ ചന്ദ് ഖേൽരത്ന അവാർഡ് രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡിനെ മേജർ ധ്യാൻ ചന്ദ് ഖേൽരത്ന അവാർഡ് റീനെയിം ചെയ്ത് എന്നാണെന്ന് ക്വസ്റ്റ്യൻ വന്നു. അത് നോട്ട് ചെയ്തോളുക 2021 എന്നാണ് 2021. ഓക്കെ, അപ്പോൾ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന 1991 1992 ലാണ്. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡിനെ ധ്യാൻ
ആൻസർ 2021 ലാണ്. എന്താണ് 2021. ഓക്കെ ആണല്ലോ, അതുകൂടി ഓർത്തിരുന്നോളുക. അടുത്തത് who became the first Indian woman honored with Arjuna Award for equestrian sports? equestrian sport ആദ്യത്തെ അർജുന അവാർഡ് അല്ലെങ്കിൽ equestrian സ്പോർട്സിൽ അർജുന അവാർഡ് ലഭിക്കുന്ന ഫസ്റ്റ് ഇന്ത്യൻ വുമൺ. ഇതറിയാലോ, ഫസ്റ്റ് ഇന്ത്യൻ വുമൺ അല്ലെങ്കിൽ ഫസ്റ്റ് ഇന്ത്യൻ മെൻ ഒക്കെ വരുന്ന സമയത്ത് അത് ഉറപ്പായിട്ട് എക്സാമിന് ക്വസ്റ്റ്യൻ വരും. ഫസ്റ്റ് ഇന്ത്യൻ വുമൺ honored with Arjuna Award for equestrian sports. ആരാണെന്ന് വെച്ചാൽ ആൻസർ ദിവ്യാകൃതി സിംഗ് ആണ്. കേട്ടോ, ആൻസർ ആരാണ്? ദിവ്യാകൃതി സിംഗ്. ഫസ്റ്റ് ഇന്ത്യൻ വുമൺ honored with Arjuna Award for equestrian sports ആരാണ്? ദിവ്യാകൃതി സിംഗ് ആണ്. ഓക്കേ, who has been honored with Tenzing Norgay Adventure Award? Tenzing Norgay Adventure Award ലഭിക്കുന്ന ആർക്കാണ്? ഓക്കേ, Tenzing Norgay Adventure Award ലഭിക്കുന്ന ആർക്കാണ്? Tenzing Norgay Adventure Award ലഭിക്കുന്ന ആർക്കാണെന്ന് വെച്ചാൽ ഇത് പ്രസന്റ് ചെയ്യുന്നത് നമ്മുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ദ്രൗപദി മുർമു ആണ്. ലഭിക്കുന്ന ആരാണ്? സവിത കൻസ്വാളിനാണ്. കേട്ടോ, സവിത കൻസ്വാളിനാണ് Tenzing Norgay Adventure Award ലഭിക്കുന്നത്. ഓക്കേ, അപ്പോൾ Tenzing Norgay Adventure Award ലഭിക്കുന്ന ആർക്കാണ്? അത് സവിത കൻസ്വാളിനാണ്. മനസ്സിലാക്കണ്ടേ? ഓക്കേ, അപ്പോൾ Tenzing Norgay Adventure Award ലഭിക്കുന്ന ആർക്കാണ്? സവിത കൻസ്വാൾ. ഓക്കേ, who has been honored with Kuwampu National Award 2023? ഈ കുവംപു അവാർഡ് എന്ന് പറയുന്നത് ലിറ്റററി അവാർഡാണ്. ഇതിന്റെ ക്യാഷ് പ്രൈസ് എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. അപ്പോ കുവംപു നാഷണൽ അവാർഡ് 2023 ലഭിച്ചത് ആർക്കാണ്? ലിറ്റററി അവാർഡ് ആണെന്ന് പറഞ്ഞല്ലോ, 5 ലക്ഷം രൂപയാണ് ക്യാഷ് പ്രൈസ് എന്ന് പറഞ്ഞു. കുവംപു നാഷണൽ അവാർഡ് ലഭിച്ചത് ആർക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീശിന്ദു മുഖോപാധ്യായ. ഓക്കെ, ശ്രീശിന്ദു മുഖോപാധ്യായ. ശീർഷേന്ദു മുഖോപാധ്യായക്കാണ്. ശീർഷേന്ദു എന്നാണ്, ശീർഷേന്ദു മുഖോപാധ്യായക്കാണ് 2000 അല്ലെങ്കിൽ ഇങ്ങനെ ഓർത്തോ, 2023 കുവംപു നാഷണൽ അവാർഡ് ലഭിക്കുന്നത് ശീർഷേന്ദു മുഖോപാധ്യായ. ഓക്കെ, ഒന്നുകൂടി പറയുന്നു, കുവംപു അവാർഡ് ലഭിക്കുന്നത് ശീർഷേന്ദു മുഖോപാധ്യായ. ഓക്കെ, then അടുത്ത question, which state won best agriculture state award? best agriculture state award win ചെയ്ത സ്റ്റേറ്റ് 2024 best agriculture state award win ചെയ്ത ഏത് സ്റ്റേറ്റ് ആണ്? മഹാരാഷ്ട്ര. ഓക്കേ, 2024 best agriculture award win ചെയ്ത സ്റ്റേറ്റ് ഏതാണ്? മഹാരാഷ്ട്ര. ഓക്കേ, ഏത് സ്റ്റേറ്റ് ആണ്? മഹാരാഷ്ട്ര. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്ത് പഠിക്കണേ. ഓക്കേ, അപ്പോൾ അവാർഡ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് അവാർഡുകൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. ഇതിന്റെ ബാക്കി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ പഠിപ്പിച്ച കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ? അറിയാത്തതിനെ വീണ്ടും റിവൈസ് ചെയ്ത് സെറ്റ് ചെയ്തുകൊള്ളുക. ഓപ്ഷൻസ് കാണുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എക്സാം ഹോളിൽ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കേ, ക്ലാസ്സുകൾ യൂസ്ഫുൾ ആയിട്ട് തോന്നിയല്ലോ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. താങ്ക് യു ഓൾ ആൻഡ് ഹാപ്പി ലേണിംഗ്.